ഹായ് എവരിവൺ. 24th ജനുവരിയിലെ ഷിഫ്റ്റ് 2ൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് സീ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ദിസ് ഫ്രം ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ ഏത് പാർട്ടിൽ നിന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈതർ ആൽക്കഹോൾസ് അല്ലേ, ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം, എന്താണ് അവർ പറയുന്നത് നോക്കൂ. ആൻ അൺസാച്ചുറേറ്റഡ് ഈതർ ഓൺ അസിഡിക് ഹൈഡ്രോളിസിസ് പ്രൊഡ്യൂസ് കാർബണൈൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നമ്മളൊന്ന് വെറുതെ എഴുതി നോക്കുകയാണ്, കാരണം അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. അത് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടിട്ട് നമ്മളതൊന്ന് ഓർക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും അന്ന് എഴുതി നോക്കാം. ഞാൻ എഴുതുകയാണ്. CH3, I am just writing CH3 single bond, CH double bond, CH single bond, OCH double bond, CH2. ഈ കോമ്പൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈഡ്രോളിസ് നടത്തുകയാണ്. അപ്പോൾ ഹൈഡ്രോളിസ് നടത്തുമ്പോൾ തീർച്ചയായും മക്കൾ എല്ലാവരും നോക്കുക, ഈ പാർട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് യവ എച്ച് ഹിയർ ആൻഡ് യവ OH ഹിയർ എന്ന് പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ടിനെയും ഞാൻ എഴുതുകയാണ്. നോക്കുക, ആദ്യത്തെ കോമ്പൗണ്ട് CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, OH. ഇതാണ് ആദ്യത്തെ ആൾ. സിമിലർലി അടുത്തയാളെ നമ്മൾ എഴുതുകയാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, OH. ഇതാണ് രണ്ടാമത്തെ ആൾ. അപ്പോൾ ഈ രണ്ടുപേരെ നമ്മൾ നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇയാൾ ഈനോളാണ്, അപ്പുറത്തെ കോമ്പൗണ്ടും എന്താണ്? ഈനോളാണ്. ഈനോൾ രണ്ടും ഒരിക്കലും എന്തല്ല, ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തികളല്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ ടോട്ടോമറൈസ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടോമറൈസ് ചെയ്തിട്ട് ഈ കോമ്പൗണ്ട് ആരായി മാറുമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കോമ്പൗണ്ട് വിൽ ചേഞ്ച് ആസ് CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട് OH. മീൻസ് വി ഗോട്ട് ആൻ ആൽഡിഹൈഡ് ഹിയർ. ഇവിടെ നമുക്ക് ആരെ കിട്ടി? ഒരു ആൽഡിഹൈഡിനെ കിട്ടി. എന്നാൽ അപ്പുറത്തെ കേസ് നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് കിട്ടുന്നത് നോക്കൂ എല്ലാവരും, CH3 സിംഗിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട് OH. അവിടെയും നമുക്ക് കിട്ടിയത് എന്ത് തന്നെയാണ്? വി ഹാവ് ഗോട്ട് ആൻ ആൽഡിഹൈഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ റിയാക്ഷൻ അവർ പറയുന്നത്. അപ്പം നമ്മളിതിൽ നിന്നും ഇക്കാര്യം, അതായത് ഇനി താഴെ തന്നിരിക്കുന്ന റിയാക്ഷൻ നടക്കുന്നത് ഇതേ രീതിയിലായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഇനി ബാക്കി പാർട്ട് വായിക്കാൻ പോവുകയാണ്. നോക്കൂ, ബാക്കി പാർട്ട് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദിസ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനെ ഇതേ രീതിയിൽ ഹൈഡ്രോളിസ് നടത്തുന്നു. സോ അങ്ങനെ ഹൈഡ്രോളിസ് നടത്തിയാൽ നോക്കൂ, പ്രെഡിക്റ്റ് ദി സൊല്യൂഷൻ ഓർ ദ റിയേജന്റ് ദാറ്റ് വിൽ ഹെൽപ്പ് ടു ഡിസ്റ്റിങ്വിഷ്. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രോളിസ് നടത്തുമ്പോൾ നമുക്ക് രണ്ട് കോമ്പൗണ്ട് കിട്ടും. ഈ കോമ്പൗണ്ടിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന ആരെ ഉപയോഗിക്കാമെന്നാണ്. മക്കളെ, നമ്മൾ ആ റിയാക്ഷൻ എഴുതുകയാണ്. നോക്കൂ, പ്രോപ്പറായിട്ട് നമ്മൾ അടുത്ത റിയാക്ഷനും എഴുതുന്നു. ലെറ്റ്സ് സീ ദാറ്റ്. അടുത്ത റിയാക്ഷൻ നമ്മൾ എഴുതുന്നു. CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, O സിംഗിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH3 ആൻഡ് ഹിയർ ഓൾസോ CH3. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെയും ഹൈഡ്രോളിസ് നടത്തുകയാണ്. സോ ദിസ് പാർട്ട് വി ആർ കണ്ടക്ടിങ് ഓർ വി ആർ പെർഫോമിങ് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഇവിടെ ആര് വന്നു? H വന്നു. ഇവിടെ ആര് വന്നു? OH വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ആദ്യത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ എഴുതുകയാണ്. വി ആർ ഗെറ്റിംഗ് CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, OH. മക്കളെ, ഇതൊരു ടെർമിനൽ ഇനോളാണ്. അപ്പോൾ അതൊരു ഇനോളാണ്. സിമിലർ മാനർ അപ്പുറത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടും? അപ്പുറത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് HO സിംഗിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, അവിടെ നമുക്കൊരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ വരച്ചതിൽ ഇവിടെ CH2. സോ CH3 ദെൻ യു ഹാവ് ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടിയ എന്താണ്? ഈനോളാണ്. പക്ഷേ ഈ ഈനോൾ ഒരിക്കലും ഒരു ടെർമിനലായിട്ടുള്ള ഈനോളല്ല. അപ്പോൾ അയാൾ എന്തായാലും ടോട്ടോമറൈസ് ചെയ്യും.
അങ്ങനെ ടോട്ടോമറൈസ് ചെയ്ത്, അപ്പം ഇതും ഇനോൾ തന്നെയാണ്. അപ്പോൾ 2 ആൾക്കാരും ടോട്ടോമറൈസ് ചെയ്യുകയാണ്. അങ്ങനെ 2 ആൾക്കാരും ടോട്ടോമറൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് നോക്കാം. സി വാട്ട് വി ഗെറ്റ് ഫസ്റ്റ്, CH3 സിംഗിൾ ബോണ്ട് CH2 C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കിട്ടുന്നത് CH3 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് CH3. മക്കളെ, നമ്മൾ ആദ്യത്തെ കോമ്പൗണ്ടിനെ P എന്നും രണ്ടാമത്തെ കോമ്പൗണ്ടിനെ Q എന്നും പറഞ്ഞു. നോക്കൂ, ആദ്യത്തെ കോമ്പൗണ്ടിനെ P എന്നും പറഞ്ഞു, രണ്ടാമത്തെ കോമ്പൗണ്ടിനെ Q എന്നും പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന രണ്ടുപേരെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന ഏത് റിയേജൻറ്റിനെ നമുക്ക് ഉപയോഗിക്കാം. നോക്കൂ, താഴെ തന്നിരിക്കുന്ന റിയേജൻസ് നമ്മളൊന്ന് വായിക്കുകയാണ്. ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന റിയേജൻസ്? ലെറ്റ്സ് റീഡ് ദാറ്റ്. ഓക്കെ, ഒന്ന് വായിക്കാം. ആദ്യത്തെ ആൾ ആരാന്ന് ചോദിച്ചാൽ ലൂക്കാസ് റിയേജൻ്റ് ആണ്. ഫസ്റ്റ് വൺ ലൂക്കാസ് റിയേജൻറ്റ്. ഒരിക്കലും ലൂക്കാസ് റിയേജൻറ്റ് ആൽഡിഹൈഡിനെയും കീറ്റോണിൻ്റെയും ഉള്ളതല്ല, അത് ആൽക്കഹോളിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അത് തരില്ല. അടുത്തത് 2,4-ഡൈനൈട്രോഫിനൈൽ 2,4-DNP റിയേജൻറ്റ്. ഈ 2,4-DNP ബ്രാഡീസ് റിയേജൻറ്റ് നമുക്കറിയാം ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും റിയാക്ട് ചെയ്യും. അപ്പോൾ അത് നമ്മളെ ആൻസർ അല്ല. സാച്ചുറേറ്റഡ് NaHSO3 അല്ലെ, ആൽഡിഹൈഡും റിയാക്ട് ചെയ്യും കീറ്റോണും റിയാക്ട് ചെയ്യും അല്ലെ. ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും എക്സ്ട്രാക്ഷൻ ആൻഡ് പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആണ് NaHSO3. എന്നാൽ ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, എൻ്റെ ബോർഡിൽ കാണുന്നില്ല. ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ എല്ലാവരും, ഇപ്പോൾ കാണാം. ഫെലിംഗ് സൊല്യൂഷൻ. മക്കളെ, ഫെലിംഗ് സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ആൽഡിഹൈഡ്, നോട്ട് ബൈ കീറ്റോൺ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കിയാൽ ഇതിൽ P എന്ന് പറയുന്നത് ആൽഡിഹൈഡാണ്, Q എന്ന് പറയുന്നത് കീറ്റോൺ ആണ്. അപ്പോൾ P ഈ ടെസ്റ്റ് തരും, P ഫില്ലിംഗ് സൊല്യൂഷൻ തരും, Q ഫില്ലിംഗ് സൊല്യൂഷൻ തരില്ല. അപ്പോൾ നമ്മൾ ആൻസർ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഓക്കെ, ഓപ്ഷൻ 4 വിച്ച് മീൻസ് ഫില്ലിംഗ് സൊല്യൂഷൻ. മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ. തീർച്ചയായിട്ടും ഇത് ആൽഡിഹൈഡിൻ്റെ എന്ന് പറയാം, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ എന്ന് പറയാം. എന്തായാലും ഇത് അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.